ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ T20 മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ട് ഇന്ത്യക്കൊരു നല്ല തുടക്കം ലഭിച്ചിട്ടുണ്ട്. സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും ഒക്കെ ഫോമിലെത്തിയിട്ട് നല്ല രീതിയിലൊരു തുടക്കം ലഭിച്ചിട്ടാണ് ആ മത്സരം ഉപേക്ഷിക്കപ്പെടുന്നത്. രണ്ടാമത്തെ മത്സരം മെൽബണിലാണ് നടക്കുന്നത്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നമുക്കറിയാം ഒരു വലിയൊരു ആവേശം തന്നെ ക്രിക്കറ്റിന് ലഭിക്കുന്ന ഒരു മൈതാനാണ്. അപ്പൊ അവിടെയാണ് രണ്ടാമത്തെ T20 മത്സരം നടക്കുന്നത്. മഴ ഭീഷണി ഉണ്ട്, പക്ഷെ എന്നാൽ പോലും മത്സരത്തെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 6 T20 മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചിട്ടുള്ളത്. 4 വിജയം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരെയുള്ള മാത്രം കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു തോൽവിയേ ഉള്ളൂ. അതെ, 2 ജയമുണ്ട് ഓസ്ട്രേലിയക്കെതിരെ. 4 മത്സരങ്ങളാണ് ഓസ്ട്രേലിയ ഇന്ത്യയും കളിച്ചത്. അതിൽ 2 ഇന്ത്യ ജയിച്ചു. ഒരു മത്സരം ഉപേക്ഷിക്കപ്പെട്ടു. ഒരു മത്സരം ഓസ്ട്രേലിയ വിജയിച്ചു. ഓസ്ട്രേലിയ വിജയിച്ച മത്സരം നമുക്കറിയാം 74 റണ്ണിന് ഇന്ത്യ ഔട്ടായ മത്സരമാണ്. 2008 മത്സരമാണ്. T20 ഒക്കെ ഒന്ന് സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് 74 റണ്ണിന് ഇന്ത്യ ഓൾ ഔട്ടായ മത്സരം നടക്കുന്നത്, ഓസ്ട്രേലിയ ജയിക്കുന്നത്. പക്ഷെ അതിനുശേഷം കളിച്ച 2 മത്സരവും ഇന്ത്യ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ടീമിനെ വെച്ച് നമുക്ക് ഓസ്ട്രേലിയനെ മെൽബണിൽ തകർത്ത് തോൽപ്പിക്കാൻ കഴിയും നമുക്ക്? തീർച്ചയായും. നമ്മളിപ്പം നിലവിലെ ടീം പറയുമ്പോൾ നിലവിലെ ടീം ഓസ്ട്രേലിയ എങ്ങനെ കളിക്കും എന്നാണ് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നത്, യുവനിര വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ 1ാം T20 അത് പകുതിയോളം കളിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു തുടക്കം ലഭിച്ചിരുന്നു. അതിൽ അഭിഷേകിന്റെ വിക്കറ്റ് പോയെങ്കിൽ തന്നെ ഗില്ലും സൂര്യകുമാറും ചേർന്ന് നല്ല മികച്ച തുടക്കം തന്നെ ഇന്ത്യക്ക് ഒരു പ്രതീക്ഷിക്കപ്പെട്ട വേണ്ട തുടക്കം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം അഭിഷേക് കൂടെ അടുത്ത മത്സരത്തിലേക്ക് ഒന്ന് സെറ്റായി വന്നാൽ നമുക്ക് തീർച്ചയായും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. നല്ലൊരു ബാറ്റിംഗ് നിരയുണ്ട് നമുക്ക്. നമ്മുടെ കരുത്ത് ബാറ്റിംഗ് നിരയാണ്. 8 നമ്പർ തരം വരെ ബാറ്റ് ചെയ്യുന്ന മികച്ച ടീമാണല്ലോ. അപ്പോൾ അതുണ്ട്. ഓസ്ട്രേലിയയുടെ ബോളർമാരെ നേരിടാൻ വേണ്ടി പ്രശ്നമില്ല എന്ന് സൂര്യകുമാർ യാദവും ഗില്ലും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പം വരുമ്പോൾ മെൽബണിലേക്കുള്ള MCG സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ സ്റ്റേഡിയം കുറച്ച് വലുതാണ്, ബൗണ്ടറി ലൈൻ ലെങ്ത് ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് മികച്ച രീതിയിൽ നല്ല ബാറ്റ്സ്മാരാണ്, നല്ല ടീമാണ്. ഓസ്ട്രേലിയക്കാരുടെ നല്ല ബോളർമാരാണെങ്കിൽ കൂടി നമുക്ക് നേരിടാൻ വേണ്ടി പറ്റുന്നറിയാം. ഇന്ത്യയുടെ ബോളിംഗ് നിരയായാലും ബാറ്റിംഗ് നിരയായാലും അതിനൊത്ത നിര തന്നെയാണ്. സ്പിന്നിലാണെങ്കിൽ കുൽദീപ്, വരുൺ ചക്രവർത്തി മികച്ച ഫോമിലാണ്, മികച്ച 1ാം നമ്പർ താരമാണ്. പേസിലേക്ക് ഒരു അർഷ്ദീപ് മടങ്ങിയത് പ്രതീക്ഷിക്കാം. ആദ്യ മത്സരത്തിൽ അർഷ്ദീപ് പുറത്തിരുന്നു. പക്ഷേ ഈ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ പേസ് ബോളിംഗ് കുറച്ചുകൂടി ഒരു ആധിപത്യം ലഭിക്കും. ബൗൺസും ഹോസ്റ്റും ലഭിക്കുന്നതുകൊണ്ട് തന്നെ അർഷ്ദീപ് കളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അർഷ്ദീപും ബൂമറയും കൂടി മികച്ച തുടക്കം തന്നെ നൽകിയേക്കും. ഈ പറഞ്ഞ പോലെ മഴയാണ് ഒരു തടസ്സമായി വരുന്നത്. ഇതൊക്കെ ആദ്യ മത്സരം പോലെ തന്നെയാണ് മഴയുടെ പ്രവചനം തുല്യമായി നിൽക്കണം. 60% മഴ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാറ്റ് ലഭിക്കുന്ന ടീം, ആദ്യം ലഭിക്കുന്ന ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനായിരിക്കും സാധ്യത കൂടുതൽ വരുന്നത് എനിക്ക് തോന്നുന്നു. ടോസ് ലഭിക്കുന്ന ടീം അതാണ് മാത്രമേ ഉള്ളൂ. മഴയുടെ ആശങ്കയില്ലെങ്കിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം ലഭിക്കും. അടുത്ത കളി മഴ കൊണ്ടുപോയാൽ പിന്നെ വീണ്ടും ഒരു 3 മത്സരങ്ങളുടെ പരമ്പരയായിട്ട് ഇത് മാറും. അത് നമുക്ക് മറ്റേ ഏകദിന പരമ്പര പോലെ തന്നെ കാണേണ്ടി വരും. പക്ഷേ വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. മത്സരം നടന്നേക്കാം. നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഈ സൈഫ് പറഞ്ഞു തുടങ്ങിയത് 2008 ഇത് 7 ഓൾ ഔട്ടായ ഏറ്റവും മെൽബണിലെ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സ്കോർ തന്നെയാണ്. പക്ഷേ അതിനുശേഷം 2 കളിയിലും ഓസ്ട്രേലിയ വീഴ്ത്താൻ വേണ്ടി ഇന്ത്യക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുണ്ട്. മറ്റു മത്സരം ഉപേക്ഷിക്കപ്പെട്ടാണ്. ആ പട്ടികയിലേക്ക് മത്സരം പോകുന്നില്ല എങ്കിൽ മികച്ച ജയനോടി തന്നെ 3 മത്സരങ്ങൾ ഓസ്ട്രേലിയക്കെതിരെ മെൽബണിൽ ജയിച്ചു എന്ന് നമുക്ക് ശുഭ്മാൻ ഗിൽ സംഘം പറയാം. സൂര്യകുമാർ പറയുന്ന സംഘത്തിനും പറയാൻ വേണ്ടി പറ്റും. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റന്റെ പേര് മാറി വരുവാണ്. അതെ, ആ പേര് മാറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് കമന്റിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെ, ഒരുപാട് ആളുകൾ മാറി വരുമ്പോൾ പ്രശ്നമാണിത്. അതെ, സത്യമായിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ശുഭ്മാൻ ഗില്ലിന് ഇന്ത്യയുടെ ഒരു T20 ക്യാപ്റ്റനും കൂടി ആയിട്ട് പല കോണിലുള്ള ആളുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. വൈസ് ക്യാപ്റ്റൻ സ്ഥാനം കൊണ്ടുവന്ന് എന്തായാലും ഇന്ത്യ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും പറയാം. പക്ഷെ ഇത്തരം നാക്കുപിഴകളെ വലിയ രീതിയിലുള്ള കമന്റുകളിലേക്ക് വെക്കുന്നുണ്ട്. തീർച്ചയായും സന്തോഷമാണ്. നമ്മൾ തെറ്റുപറ്റും. നമ്മൾ ഈ പറഞ്ഞ എല്ലാം നോക്കി പറയുന്നതല്ലല്ലോ. നമ്മൾ മനസ്സിലുള്ള സാധനം പറയുമ്പോൾ ഈ കഴിഞ്ഞ പരമ്പര വരെ ഏകദിനത്തിന്റെ പറഞ്ഞ് ശുഭ്മാൻ ഗിൽ സംഘം എന്ന് പറഞ്ഞ് പെട്ടെന്ന് വരുമ്പോൾ ഒരു മാറ്റം വരും. അത് സ്വാഭാവികമാണ്. പക്ഷെ ആ തെറ്റ് നമുക്ക് പറയുമ്പോൾ തിരുത്താൻ ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ വന്നത് കഴിഞ്ഞ കമന്റ് വന്നുകൊണ്ടാണ്. മനസ്സിലാവുന്ന സന്തോഷമുള്ള കാര്യമാണ് അത് പറയുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഈ മത്സരത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ നിരയിൽ ഇന്ത്യയുടെ ഒരു ആദ്യ മത്സരം കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗില്ലും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവും ഫോമിലേക്ക് എത്തിയതാണെന്നും നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ സൂര്യകുമാർ യാദവിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് മത്സരത്തിൽ ഇറങ്ങിയതിന് ശേഷം ഹെയ്സൽവുഡിനെതിരെ അടിച്ച ഒരു 6 ഉണ്ട്. 3ാമത്തെ 4ാമത്തെ പന്തിൽ തന്നെ അടിച്ച ഒരു 6. അത് നമ്മൾ ഈ ഒരു വർഷത്തെ കരിയറിന്റെ മൊത്തത്തിലുള്ള ഗ്രാഫ് നോക്കുമ്പോൾ 2023 നല്ല ഫോമിൽ എത്തിയിരുന്ന 2022 തന്റെ കരിയറിന്റെ ഏറ്റവും പീക്ക് ഫോമിലുള്ള സമയത്ത് സൂര്യകുമാർ യാദവ് ഓസ്ട്രേലിയയിൽ കളിക്കാൻ വന്നിട്ടുണ്ട്. അന്ന് ഓസ്ട്രേലിയയെ തകർത്ത് കളിച്ചിട്ടാണ് സൂര്യകുമാർ പോയത്. അത് ഓസ്ട്രേലിയക്കെതിരായിരുന്നു ലോകകപ്പ്. അത് കഴിഞ്ഞിട്ട് 2024-25 എത്തിയ സമയത്ത്
വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനം. എനിക്ക് തോന്നുന്നത് 11 ഇന്നിങ്സ് കളിയിൽ നിന്ന്, ഇതിന്റെ മുമ്പ് കളിച്ച 11 ഇന്നിങ്സ് കളിയിൽ നിന്ന് ആകെ 100 റണ്ണ് 11 ശരാശരി നേടി. അതെ അതെ, ആ സൂര്യകുമാർ യാദവ് ഒരു 39 റണ്ണൊക്കെ എടുത്ത് 2 സിക്സ് ഒക്കെ അടിച്ച് ഒരു വലിയൊരു ആവേശം. അതെ അതെ, നല്ല ടച്ചായി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ അവിടെ ചെറുതായിട്ട് തുടങ്ങുമെന്ന് കണ്ടപ്പോഴാണ് ഏറ്റവും അടി അടിക്കുന്നത്. കാരണം ഇനി ചിലപ്പോൾ ഒരു പക്ഷേ 5 ഓവർ മത്സരമായിട്ട് മാറ്റാം. ഈ 5 ഓവർ മത്സരം ഇന്നലെ ഇപ്പൊ 9.4 ഓവറിൽ ഇന്ത്യ 97 റണ്ണാണ് എടുത്തിരുന്നത്. ആ മത്സരം സത്യത്തില് ആ ലാസ്റ്റ് എല്ലീസിന്റെ ഓവറിൽ 2 ബൗണ്ടറി തുടർച്ചയായിട്ട് സൂര്യകുമാർ യാദവ് അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 6 അടിക്കുന്നുണ്ട്. അപ്പൊ അതെന്തോ ഉദ്ദേശത്തിലാണ് അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവിടെ വെച്ചിട്ട് ആ ഒരു പോയിന്റ് വെച്ചിട്ട് മത്സരം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ മഴ നീണ്ടുപോവുകയും വെറും 5 ഓവർ മത്സരമൊക്കെ ആക്കിയിട്ട് ഈ മത്സരം ചിലപ്പോൾ ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാൻ ഇനി അവസരം ഇല്ലാതെ ഓസ്ട്രേലിയക്ക് ബാറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാധ്യത ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന DLS പ്രകാരം 71 റണ്ണ് ആവുമായിരുന്നു ഓസ്ട്രേലിയയുടെ ടാർഗറ്റ്. 5 ഓവറിൽ 71 റണ്ണ് ആവുമായിരുന്നു. ശരിക്കും ആ 5 ഓവറെങ്കിലും നമുക്കൊന്ന് കാണാൻ പറ്റും എന്ന് നമ്മൾ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നു. കാരണം 5 ഓവറിൽ 71 എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയക്ക് വെടിക്കെട്ട് നടത്തണം. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വരുന്ന സ്വാഭാവികമായിട്ടും 10 വിക്കറ്റ് കൈകളിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് അടിക്കുകയും ചെയ്യും. ചേസ് അത് ഓസ്ട്രേലിയ ഒരു പക്ഷേ ചേസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു അങ്ങനത്തെ ഒരു സ്കോറിനൊക്കെ. അല്ല, ബോളർമാര് മോശമല്ല, തീർച്ചയായിട്ടും മോശമല്ല. പക്ഷെ ആ ഒരു കണ്ടീഷനെ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് ടീമിന് ഒരു തകർപ്പൻ പ്രകടനം, അതായത് അടിച്ചു തകർക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ബോളും നോക്കേണ്ട കാര്യമില്ല. കാരണം ആകെ 5 ഓവറുള്ളൂ, 10 വിക്കറ്റ് കയ്യിലിരുന്നിട്ട് ഔട്ട് ആവാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ജയിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം. പക്ഷെ മെൽബണിലേക്ക് വരുന്ന സമയത്തും അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെയല്ലേ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ, ഞാനതാ വസ്തു പറഞ്ഞത്, ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം എന്തായാലും പിന്നെ സ്കോറിംഗിന്റെ വേഗം കൂട്ടാനേ നോക്കും. കാരണം മഴയുടെ ഇത് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞത് 40% തൊട്ട് 60% വരെ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് പറയുന്നത് മെൽബണിൽ കളി നടക്കുന്ന സമയത്ത്. അങ്ങനെ വരുമ്പോൾ എപ്പം വേണേലും മഴ വരാൻ, മഴ കളി തടസ്സപ്പെടുത്താം. അപ്പോൾ ശക്തമായ മഴ അല്ലെങ്കിൽ ഓവർ വെട്ടിച്ചെടുക്കുന്ന അവസ്ഥയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വെടിക്കെട്ട് തന്നെ ഇതാവും. അതുകൊണ്ട് തന്നെ അഭിഷേകും ഗില്ലും തുടക്കം തന്നെ എങ്ങനെയായിരിക്കും, സൂര്യകുമാർ വന്നാലും ആരാണോ വരുന്നവർക്കും ആ ഒരു തുടക്കം തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ 20 ഓവർ കളിക്കുക എന്നതിനോ അല്ലെങ്കിൽ 10 വിക്കറ്റും കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് 20 ഓവർ നോക്കി മെല്ലെ കളിക്കട്ടെ. T20 അതില്ല, നമുക്കറിയാം. T20 നമ്മളെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഇന്ത്യയുടെ ഒരു പുതിയ, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ബോൾ പെർ ബൗണ്ടറി 6 ലെവലിൽ വരുന്നത്. അപ്പം അതെന്തായാലും ഒരു ആവേശം കൂടി നമുക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. മഴ വീണാൽ കളിയുടെ സ്കോറിംഗ് വീണ്ടും കൂട്ടിയില്ലെങ്കിൽ പണി കിട്ടുന്നതുകൊണ്ട് റൺ റേറ്റ് ഉയർത്തി കളിക്കാനേ നോക്കും. അപ്പം അത് വെടിക്കെട്ടെന്ന് കാണാൻ പറ്റും. ഈ ആദ്യ മത്സരത്തിൽ വെച്ച് പറയുമ്പോൾ എനിക്ക് അഭിഷേകിന് ഒരു മികച്ച തുടക്കം പിന്നെ നൽകാൻ വേണ്ടി പറ്റണത് ഈ പറഞ്ഞ പോലെ തന്നെ ഗില്ലിനും ഇപ്പം മികച്ച തുടക്കം കൂടി നൽകി കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് വന്ന 1-ാം ബോളോട്ടറിന് 6 വായിച്ച് അല്ലെങ്കിൽ ആ മൈൻഡ് സെറ്റിലേക്ക് മാറാൻ വേണ്ടി സൂര്യകുമാർ യാദവിനും പറ്റും. നമുക്ക് പിന്നെ തിലക് വർമ്മ വരാനുള്ള താരങ്ങളെല്ലാം നമുക്ക് അങ്ങനെയാണ്. ഫസ്റ്റ് ആദ്യ ബോൾ തൊട്ടിന് ബൗണ്ടറിയുടെ പ്രാപ്തിയുള്ള താരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു വെടിക്കെട്ട് മഴ എന്തായാലും കളി ടോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വെടിക്കെട്ട് തുടക്കം എന്തായാലും കാണാൻ പറ്റും. കളി എത്ര സമയം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കളിയില്ലാത്തുള്ള ഒരു വെടിക്കെട്ടായിരിക്കും ഏത് ടീമായാലും. അത് ഓസ്ട്രേലിയ ആണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. ക്യാപ്റ്റനും ഹെഡും കൂടി തന്നെ തുടങ്ങുന്നത് തന്നെ അങ്ങനെ തന്നെയായിരിക്കും. അത് നമുക്ക് സംശയമില്ല. മികച്ച രീതിയിൽ തന്നെ അവർ തുടങ്ങും. അവിടെയാണ് ഈ ബേസ് ബോളിങ്ങിന് ഇത് വരുന്നത്. ഡെത്ത് ഓവറുകളിൽ നിന്ന് ഇവിടെ പേസ് ബോളർമാർക്ക് കൂടുതലൊരു ഇമ്പാക്ട് ഉണ്ടാക്കുക, റൺ ഒഴുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുക. ബൗണ്ടറി വലുതായതുകൊണ്ട് തന്നെ സ്പിന്നിനും നിർണായ റോളുണ്ട്. അത് നമുക്ക് വരുൺ ചക്രവർത്തിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് കരുതാം. എനിക്കൊന്ന് ഈ മത്സരത്തിൽ എന്തായാലും ഹർഷദീപ് കളിക്കാൻ ചാൻസ് എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? അതെ അതെ, സത്യത്തിൽ ഈ ആദ്യ മത്സരത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇന്ത്യ ഹർഷദീപിനെ പുറത്തിരുത്തുന്നുള്ളത്. അതിനെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഗംഭീർ എന്താണ് കണ്ടത്? ഹർഷിത് റാണ, ഞാൻ ഹർഷിത് റാണ എന്ന് പറയുമ്പോഴേ എനിക്ക് പലപ്പോഴും ഗംഭീറിന്റെ ഈ ഒരു ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറയുന്ന ഒരു ഇതിനോടുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു സംഭവം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹർഷിത് റാണ വന്നു കഴിഞ്ഞാൽ ഹർഷിത് റാണ നമുക്കറിയാം ആ ഏകദിന മത്സരത്തിൽ ഹർഷിത് റാണ ബാറ്റ് ചെയ്യാൻ കഴിവുണ്ട് എന്ന് തെളിയിച്ചാണ്. അത് തന്നെയാണ് ഹർഷിത് റാണനെ ആ ഒരു ഘട്ടത്തിൽ ഹർഷദീപിനെ മാറ്റിയിട്ട് കളിപ്പിക്കാൻ ഒരു ഘടകമായിട്ട് മാറുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 2 സ്പെഷ്യലിസ്റ്റ് പേസർമാരെ കളിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഹർഷദീപിനെയും മുംബൈനെയും കളിപ്പിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹർഷദീപ് അതായത് ഇന്ന് T20 മികച്ച ബോളറാണ്. അപ്പൊ ഹർഷദീപിനെ കളിപ്പിക്കാതെ ഹർഷിത് റാണനെ കളിപ്പിക്കുന്ന വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഹർഷിത് റാണ ബോൾ ചെയ്യാൻ വന്നില്ല, ഇന്നലെ ബോൾ ചെയ്യേണ്ട സാഹചര്യം വന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പൊ അടുത്ത മത്സരത്തിൽ സ്വാഭാവികമായിട്ടും വരുമ്പോ ബാറ്റിംഗ് ഡെപ്ത് എന്നുള്ളൊരു ഇത് നോക്കുകയാണെങ്കിൽ അക്സറിനെ അവിടെ നിർത്തുകയും വരുൺ ചക്രവർത്തിനെ കളിപ്പിച്ച് കുൽദീപ് യാദവിനെ, എനിക്കൊന്ന് ഇപ്പം പറഞ്ഞ ഗംഭീർ തന്നെയാണ്. ടീമിൽ വലിയ മാറ്റോടാൻ ചാൻസ് ഇല്ല. അപ്പം ഈ പറഞ്ഞ ടീമിൽ തന്നെ കളിപ്പിക്കും. ഹർഷദീപും കളിക്കും. ഹർഷദീപ് പുറത്തിരിക്കാൻ പറയാം.
ഓസ്ട്രേലിയയിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പിച്ചിന്റെ സാഹചര്യം ഒക്കെയാണ്, പക്ഷേ ഇത് ഗംഭീര സാഹചര്യം പറയുന്നത്. ഗംഭീര സാഹചര്യം നടക്കുമെന്ന് പറയാൻ അല്ല, അത് ശരിയാണ്. ഇപ്പൊ നമ്മൾ ഒരിക്കലും ഓസ്ട്രേലിയ ഇന്നലെ ബാറ്റിംഗ് എടുക്കുന്നു, ബോളിംഗ് എടുക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല. സൂര്യകുമാർ യാദവ് പറയുകയും ചെയ്തു, ഞങ്ങൾ ബാറ്റിംഗ് തന്നെ ആയിരുന്നു എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ടോസ് നഷ്ടപ്പെട്ടാണെങ്കിലും ബാറ്റിംഗ് തന്നെ എടുക്കാൻ തീരുമാനിച്ചിരുന്നു സൂര്യകുമാർ യാദവ് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ടീമിലെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പേസ് ബോളർമാര് അടുത്ത മത്സരത്തിൽ പേസിനെ തുറക്കുന്ന ഒരു പിച്ചിൽ ശിവൻ ദുബൈനെ വിശ്വസിച്ചിട്ട് എന്തായാലും ഒരു സ്പെഷ്യലിസ്റ്റ് പേസറിനെ കുറക്കാൻ പറ്റില്ല. ഹാർദിക് പാണ്ഡ്യയുടെ അഭാവം വളരെ വിസിബിൾ ആയിട്ട് അവിടെ കാണുന്നില്ല. നിതീഷ് കുമാർ റെഡ്ഡി ആണെങ്കിൽ പരിക്കേറ്റ് പോവുകയും ചെയ്തു. ആദ്യ 3 മത്സരത്തിൽ എന്തായാലും ഉണ്ടാവില്ല. മറുവശത്ത് ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ഈ പറയുന്ന ആദ്യ മത്സരം കളിച്ച അതേ ടീം തന്നെ ആയിരിക്കും ഏകദേശം കളിക്കുക. കാരണം അവരെ സംബന്ധിച്ച് പക്ഷെ ആദം സാംബയുടെ ഒരു അസാന്നിധ്യം, ആദം സാംബ എനിക്ക് തോന്നുന്നു പെറ്റേണിറ്റി ലീവ് ആണെന്നാണ് കേൾക്കുന്നത്. അത് അങ്ങനെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. പക്ഷെ അവര് ഉൾപ്പെടുത്തിയിട്ടുള്ള മാത്യു കുൻമാൻ ആ ബോളർക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് ഒരു വിക്കറ്റ് എടുക്കാനുള്ള ഒരു എബിലിറ്റി കാണുന്നില്ല. അതായത് സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയ പക്ഷെ ഈ ഒരു ടീമിനെ തന്നെ കളിപ്പിക്കാനാണ് സാധ്യത എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ടീം വരുന്നത് നമുക്ക് അറിയില്ല. പിന്നെ നമുക്കറിയാം മെൽബണിലെ മാത്രമല്ല ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ T20 ഒരു വലിയൊരു ആധിപത്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവസാനം കളിച്ച 9 മത്സരങ്ങളിൽ 7 ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചിലപ്പോൾ പക്ഷെ ഇന്ത്യ മാച്ച് ഇതായിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിനു മുമ്പ് ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിയപ്പോൾ അതെ ഇന്ത്യ പരമ്പര വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് ഫോർമാറ്റുകളെ പോലെയല്ല T20 ഇന്ത്യക്ക് തന്നെയാണ് ഓസ്ട്രേലിയയിലുള്ള ആധിപത്യം ഉള്ളത്. അത് യാതൊരു സംശയമില്ല. അത് മാറ്റാം. ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഈ ടീം വെച്ച് നോക്കുമ്പോഴും മറിച്ച് മാർഷിന്റെ ടീം നമ്മുടെ പിന്നെ സൂര്യകുമാറിന്റെ ടീം വെച്ച് നോക്കുമ്പോഴും നമുക്ക് ആ ഒരു ആധിപത്യം ഉണ്ട്. ബാറ്റിംഗിലായാലും ബോളിംഗിലായാലും. ഈ ബാറ്റിംഗിന്റെ ഡെപ്ത് ഇപ്പം പറഞ്ഞ ഗംഭീർ ബാറ്റിംഗ് ഡെപ്ത് കൂട്ടെന്ന് പറയുമ്പോഴും ബാറ്റിംഗ് ഡെപ്തിലേക്ക് പിന്നെ ഹർഷറാണ് ഉൾപ്പെടെ താരങ്ങൾ വരുന്നു പറയുമ്പോൾ ഹർദിക്കില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെ കവർ ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഇത്രയും താരങ്ങൾ ഉൾപ്പെടുത്തുന്നു കരുതുന്നു. പക്ഷേ ബൗളിംഗ് കൊടുക്കേണ്ടത് പരിഗണന കൊടുക്കണം. പിന്നെ അത് ഇല്ലാന്നുള്ള പ്രശ്നം വരുന്നില്ല. ഇവിടെ ഇപ്പോൾ ബൂംറയെ വിശ്വസിച്ച് അമിതമായി ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അതും പ്രശ്നമാണ്. അതേ ഉള്ളൂ. പക്ഷേ എന്തായാലും ഈ ടീമിന് ആധിപത്യം ഉണ്ട്, ഓസ്ട്രേലിയക്ക് ആധിപത്യം ഉണ്ട്. കടലാസിലെ കണക്കിൽ മാത്രമല്ല ഗ്രൗണ്ടിലും ആധിപത്യമുണ്ട്. അത് ഇന്നലെ കഴിഞ്ഞ മത്സരം വളരെ കുറച്ച് ഓവറുകളായാലും സൂര്യകുമാർ യാദവും ഗില്ലും കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രശ്നമില്ലാണ്ട് പോകാൻ പറ്റും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങൾ. സൂര്യകുമാർ യാദവിന്റെ ആ ഒരു മോശം ഫോമിൽ നിന്നുള്ള, അതായത് ഫോമില്ലായ്മയുടെ ഒരു പടുകുഴിയിലായിരുന്നു സൂര്യകുമാർ യാദവ്. അതിൽ നിന്നുള്ള തിരിച്ചുവരവ് കണ്ടിട്ടുണ്ട്. ശുഭ്മാൻ ഗില്ല് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിട്ട് കണ്ട്. അഭിഷേക് വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ അതൊരു സ്ലോ ബോൾ ഗണിയിൽ കുടുങ്ങിയതാണ്. കാരണം മറ്റേ മിഡ് ഓഫിന് മുകളിലൂടെ ബൗണ്ടറി അടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷെ ആ ഒരു പ്രതീക്ഷ ഒരു ഹൈറ്റ് പന്തിന് ലഭിച്ചില്ല. മെൽബണിലെ ഗ്രൗണ്ടിലും ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പ്രതീക്ഷ പോലെ ബോൾ പന്ത് കണക്ട് ആയില്ലെങ്കിൽ അതെ ടൈമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ബാറ്റിംഗ് ലൈനപ്പ് അതുപോലെ തന്നെ ടോപ്പ് ഓർഡറിലെ താരങ്ങളെല്ലാവരും നല്ല ഫോമിലേക്ക് എത്തി എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകമാണ്. പക്ഷെ ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയന് അവരുടെ നാട്ടിൽ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുക എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലും നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ ചരിത്രം പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു അവരുടേതായ ഏറ്റവും ശക്തമായ ദിവസമാണെങ്കിൽ ആ ദിവസം ഓസ്ട്രേലിയ എല്ലാം കൊണ്ടും തകർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തന്നെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. മാർഷിന്റെ ഫോമും മികച്ച ഫോമിലുള്ള നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഓഡിയൻസിന്റെ ഗ്രൗണ്ട് സപ്പോർട്ടിനൊപ്പം ഇതും കൂടെ ചേരുമ്പോഴേക്ക് ശക്തി ഇരട്ടിക്കുവാണ്. അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഓസ്ട്രേലിയയുടെ പേസ് ബോളിംഗ് നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട പല താരങ്ങളില്ലെങ്കിൽ പോലും മികച്ച ശക്തമായിട്ടൊരു പേസ് ബോളിംഗ് ലൈനപ്പ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഹേസൽവുഡ് ഒക്കെ തന്നെ ഉണ്ട്. ആദ്യ 2 മത്സരത്തിന് ഹേസൽവുഡ് ഉണ്ടാകും. എന്തായാലും ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അടുത്ത മത്സരം മഴ കൊണ്ടുപോകാൻ തന്നെയാണ് ഒരു പരിധിവരെ സാധ്യത. മഴക്കുള്ള സാധ്യത നന്നായിട്ടുണ്ട്. പക്ഷേ മഴക്കാണ്. അത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൊടുക്കാം. അതെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു മുൻതൂക്കം ലഭിക്കട്ടെ. ഇന്ത്യ വിജയിക്കട്ടെ. നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കഴിയട്ടെ നമുക്ക് ആശംസിക്കാം. അഭിഷേകിനൊക്കെ ഒരു ദീർഘമായ ഇന്നിങ്സുകൾ കളിക്കാൻ കഴിയട്ടെ. സഞ്ജു സാംസൺ 5 നമ്പറിൽ തന്നെ ആയിരിക്കും ബാറ്റ് ചെയ്യാൻ വരുന്നത്. സഞ്ജുവിനും അവസരം കിട്ടുകയാണെങ്കിൽ ആ രീതിയിൽ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.